നമ്മളിന്ന് ഫസ്റ്റ് സെമസ്റ്റർ MSc Mathematics റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കുന്നത്. തിയറം 7.18 ഇസ് ഇമ്പോർട്ടൻറ്റ് തിയറം പറഞ്ഞതാണ് there exists a real continuous function on the real line which is nowhere differentiable. അപ്പോൾ റിയൽ ലൈനിൽ റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും, അത് നോവർ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതായത് എവിടെയും ഡിഫറൻഷ്യബിൾ അല്ലാത്ത തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ നോവർ ഡിഫറൻഷ്യബിൾ ആയുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ f(x) = 0 when x is rational and equal to 1 if x is irrational, അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അത് നോവർ ഡിഫറൻഷ്യബിൾ, പക്ഷെ അതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയ നോവർ ഡിഫറൻഷ്യബിൾ ആയ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിയറാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, പക്ഷെ വളരെ സിമ്പിളാണ്, ഓക്കെ അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. phi of x = mod x. phi of x എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, വിച്ച് ഇസ് mod x. അപ്പോൾ mod x-ൻ്റെ വില നമുക്കറിയാം, അത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ -1-നും 1-നും ഇടയ്ക്ക് മാത്രമാണ്. ഇപ്പോൾ റിയൽ ലൈനിൽ -1-നും 1-നും ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ phi of x ഡിഫൈൻ ചെയ്യുന്നത്. phi of x = mod x. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പക്ഷെ നമുക്ക് റിയൽ ലൈനിൽ മൊത്തം വേണം. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പീരിയോഡിക് ആക്കാണ്. phi of x + 2 = phi of x. phi of x + 2 = phi of x എടുത്തു. അതായത് phi of 5 നമുക്ക് എങ്ങനെ എഴുതാം, phi of 3 + 2 = phi of 3. ഈ phi of 3 നമുക്ക് എങ്ങനെ എഴുതാം, phi of 1 + 2 = phi of 1. അപ്പോൾ phi of 5-ൻ്റെ വിലയും phi of 1-ൻ്റെ വിലയും സെയിം ആണ്. phi of 1-ൻ്റെ വില എന്താണ്, 1 ആകുമ്പോൾ mod 1 = 1. അപ്പോൾ phi of 5 എന്ത് വരും, mod 1 വരും. അതായത് നമുക്ക് ഏത് റിയൽ നമ്പറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ ഇതിൻ്റെ ഗ്രാഫ് വരെ എങ്ങനെ ഉണ്ടാവുക, mod x-ൽ അല്ലേ, നമ്മൾ റിയൽ ലൈൻ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, ഇവിടെ 0 1 -1 1 2 3 -2 -3 ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, -2 -3 ആണ്, -2 -3 ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയാണ് റിയൽ 0 മുതൽ 1 വരെ ഉണ്ടാവുക. ഇനി ബാക്കി എങ്ങനെ ഉണ്ടാവുക, ബാക്കി ഇതേപോലെ തന്നെ ഉണ്ടാവും അല്ലേ. ഇതായിരിക്കും ഈ തിയറം വരിക, ഈ ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. phi of x + 2 = phi of x എന്നുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആ തിയറത്തിൻ്റെ അപ്ലൈ ചെയ്യാണ്. സോ ഫോർ ഓൾ എസ് ആൻഡ് ടി എടുത്താൽ mod phi of s - phi of t എന്ന് പറഞ്ഞാൽ which is equal to mod phi of s എന്ന് പറഞ്ഞാൽ mod s minus phi of t പറഞ്ഞാൽ mod t. അപ്പോൾ mod a minus mod b = mod a minus b പ്രകാരം mod s minus t എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് mod phi of s - phi of t = mod s minus t എന്ന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ദെൻ നമുക്കറിയാം ബൈ ദ ഡെഫിനേഷൻ ഓഫ് phi of t പ്രകാരം phi of t എന്താണ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കാരണം phi of t എന്നുള്ളത് mod t ആണ്, mod t ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ phi of t കണ്ടിന്യൂസ് ആണ്, R കാരണം phi of t 0 1 -1 1-ൽ കണ്ടിന്യൂസ് ആണ്. പിന്നെ അതെന്താണ്, പീരിയോഡിക് ആയതുകൊണ്ട് ഫംഗ്ഷൻ R-ൽ മൊത്തം കണ്ടിന്യൂസ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, f of x എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. f of x = sigma n = 0 to infinity 3/4 whole raised to n phi of 4 raised to n x. അങ്ങനെയാണ് sigma n = 0 to infinity 3/4 raised to n into phi of 4 raised to n x. ഇക്വേഷൻ നമ്പർ 2 എന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഫൈയുടെ വില എപ്പോഴും 0-ക്കും 1-നും ഇടയ്ക്കാണ്. mod x ആണ്, -1-നും 1-നും ഇടയ്ക്കാണ്. അപ്പോൾ ഫൈയുടെ വില എപ്പോഴും 1-നും 0-ക്കും ഇടയ്ക്കായിരിക്കും. മോഡ് ആയതുകൊണ്ട് 0-ക്കും 1-നും ഇടയ്ക്ക് മാത്രമാണ് ഫൈയുടെ വില ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം phi of mod ഇതിൻ്റെ വില <= 1 ആണ് അല്ലേ. ഇതിൻ്റെ വില എപ്പോഴും എന്തായിരിക്കും, <= 1 ആണ്. അവിടെ 4 raised to n വന്നാലും 4 raised to m വന്നാലും എന്ത് വന്നാലും വേണ്ടില്ല, ഫൈയുടെ വില 0-ക്കും 1-നും ഇടയ്ക്കായതുകൊണ്ട് ദിസ് ഈസ് <1. ഇത് <1 ആണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, fn of x എന്ന് പറഞ്ഞാൽ 3/4 raised to n phi of 4 raised to n x എന്നുള്ളതാണ് അല്ലേ. ഇവിടെ f ആണ്, f എന്ന് പറഞ്ഞാൽ സിഗ്മ, ഇത് നമ്മൾ fn കൊടുക്കുകയാണ്, ഇതാണ് fn.
ഇത്ര ടേം നമ്മൾ Fn എന്ന് പേരെടുത്തു. അപ്പോൾ എന്തുണ്ടാവും F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F എക്സെട്ര. അതാണ്. അപ്പോൾ ആ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും 3/4 എടുക്കാം. കാരണം എന്തുകൊണ്ടാ ഇതിൻ്റെ വില ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അത് ഈക്വൽ ടു 1 ആകുമ്പോൾ ഈക്വൽ ടു 3/4 ഉണ്ടാവും, അല്ലെങ്കിൽ ലെസ് ദാൻ 3/4 ഉണ്ടാവും. സോ വി ഗെറ്റ് മോഡ് Fn of x is less than or equal to 3/4. ഇനി നമ്മളിവിടെ തിയറം അപ്ലൈ ചെയ്യണം. തിയറം പറഞ്ഞതാണ് തിയറം 7.10 ആണ്. Fn is a sequence of functions ആണ് defined on E, and suppose Fn of x less than or equal to Mn. Fn of x mod Fn of x less than or equal to Mn ആണ്. Mn എന്നുള്ള സീക്വൻസ് ആണ്. And then sequence Fn converges uniformly on E if sequence Mn converges. അതായത് ഈ അപ്പർ ലിമിറ്റിന്റെ സീക്വൻസ്, അതായത് സീക്വൻസ് Mn ഇത് കൺവേർജസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും സിഗ്മ Fn കൺവേർജസ് യൂണിഫോംലി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ തിയറം അപ്ലൈ ചെയ്യണം. നമുക്കിവിടെ എന്താ കിട്ടിയതെന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കണം. ആ തിയറം നമ്മൾ അപ്ലൈ ചെയ്യണം. Fn ഇസ് എ സീക്വൻസ്. Fn എന്നുള്ളത് റിയൽ സീക്വൻസ് ആണ്. കാരണം എന്തുകൊണ്ടാ ഈ 3/4 ഒരു റിയൽ നമ്പർ ആണ്. 5/4 എന്നുള്ളത് 0ക്കും 1നുള്ള റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ Fn of x ഒരു റിയൽ നമ്പർ ആണ്. ആൻഡ് മോഡ് Fn of x ലെസ് ദാൻ ഈക്വൽ ടു 3/4. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, ഈ ടേം നമുക്ക് Mn ആക്കി എടുക്കാം. Mn എന്ന് പറഞ്ഞാൽ 3/4. അപ്പോൾ നമ്മൾ തിയറം അപ്ലൈ പറയുന്നത് എന്താണ് സിഗ്മ Mn ദാറ്റ് ഈസ് സിഗ്മ 3/4 ഇത് കൺവേർജസ് ആണെങ്കിൽ ഈ സീക്വൻസിന്റെ Fnന്റെ സിഗ്മ Fn കൺവേർജസ് യൂണിഫോംലി അതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് റൈറ്റ് സൈഡ് കൺവേർജന്റ് ആണോ നോക്കി. സിഗ്മ n = 0 to infinity 3/4 എടുത്തു. അപ്പോൾ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഇതെങ്ങനെ വരിക 1 + 3/4 + 3/4 ഹോൾ സ്ക്വയർ + 3/4 ഹോൾ റേസ് ടു അല്ലേ. അതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം a = 1 ആണ്. r എന്ന് പറഞ്ഞാൽ 3/4 ആണ്. മോഡ് r ലെസ് ദാൻ 1 ആയതുകൊണ്ട് അത് കൺവേർജന്റ് ആണ്. Therefore sigma n = 0 to infinity 3/4 whole raised to n is a convergent series. അപ്പോൾ ഇത് ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ നമ്മൾ തിയറം പ്രകാരം എന്താണ് സിഗ്മ n = 0 to infinity Fn എന്ന് പറഞ്ഞാൽ f of x ഇത് കൺവേർജസ് യൂണിഫോംലി ആണ്. സോ f of x കൺവേർജസ് യൂണിഫോംലി ഓൺ R1 എന്ന് പറയാൻ പറ്റും. അത് റിയൽ ലൈനിൽ കൺവേർജസ് ആണ്. പിന്നെ നമുക്ക് തിയറം പഠിച്ചിട്ടുണ്ട് Fn കൺവേർജസ് Fn ഒക്കെ കണ്ടിന്യൂസ് ആണ്. Fn കൺവേർജസ് യൂണിഫോംലി ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും ഇതായിരിക്കും കണ്ടിന്യൂസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം Fn എല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. കാരണം റിയൽ നമ്പേഴ്സ് ആണ്. Fn എല്ലാം റിയൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റായ f എന്താണ് കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. സോ Fn കണ്ടിന്യൂസ്, അതിൻ്റെ ലിമിറ്റായ f കണ്ടിന്യൂസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു നമ്പർ ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ f എന്താണ് നോവർ ഡിഫറൻഷ്യബിൾ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, കാരണം നമുക്കറിയാം ഫൈ നമ്മൾ എടുക്കുന്നത് എന്താണ് മോഡ് ഫംഗ്ഷൻ ആണ്. മോഡ് ഫംഗ്ഷൻ അതിനുള്ളിൽ 0 ആകുമ്പോൾ മാത്രമേ ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കുള്ളൂ. പക്ഷെ നമുക്ക് നോവർ ഡിഫറൻഷ്യബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫിനെ ഡിഫൈൻ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, അത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തെടുത്തു, നൗ ഫിക്സ് എ റിയൽ നമ്പർ എക്സ് എന്ന റിയൽ നമ്പർ നമ്മൾ ഫിക്സ് ചെയ്തു. ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ എം എന്നൊരു പോസിറ്റീവ് നമ്പർ നമ്മൾ ചൂസ് ചെയ്യാണ്. എങ്ങനെയാണ് ചൂസ് ചെയ്യണത്, ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു +or-1/2 4⁻⁻n. ഇപ്പോൾ ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ +or-1/2 ഇൻറ്റു 4⁻m ആവുന്ന തരത്തിലാണ്. അപ്പം ഇനി നമുക്ക് ചോദിക്കാം, ഈ +or- എന്തുകൊണ്ടാണ് അടുത്തത്? അപ്പം നമ്മൾ ഉദ്ദേശിച്ചതാണ് വേർ ദ സൈൻ ഈസ് ടേക്കൺ, സോ chosen that no integer lies between 4⁻m into x and 4⁻m into x plus delta m. അതായത് 4⁻m into x നും 4⁻m into x plus delta m ഇടയ്ക്ക് ഇൻറ്റിജർ ഒന്നും വരാത്ത രീതിയിലാണ് ഈ പ്ലസ് മൈനസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലസ് മൈനസ് നമ്മൾ ചൂസ് ചെയ്യണത്, ഇപ്പോൾ 4⁻mx എന്നുള്ളത് ഒരു 3 വന്നു, അല്ലെങ്കിൽ 3.8 വന്നു. അപ്പോൾ പ്ലസ് നമ്മൾ ഈ നമ്പർ ചെയ്താൽ നമുക്ക് എന്താ ഇപ്പോൾ 4 വരും. അപ്പോൾ ഇതിനിടയിൽ ആര് വരും, 4 വരും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പാടില്ല, പ്ലസ് ചൂസ് ചെയ്യാൻ പാടില്ല, മൈനസ് ചൂസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം, എങ്ങനെ ഇത് പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളൊന്ന് എടുക്കുന്നത്. 4⁻mx
4m into x and 4m into x plus delta m എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ 4m x and 4m into x plus ഇതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, രണ്ട് വാല്യൂ നമുക്ക് ഡെൽറ്റയ്ക്ക് നമുക്ക് രണ്ട് വാല്യൂ, അപ്പോൾ അങ്ങനെ പ്ലസ് കൊടുത്തു, പ്ലസ് 4m into ഡെൽറ്റ m എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ 4m സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആവശ്യം എന്താണ്? നോ ഇൻറ്റീജർ ലൈസ് ബിറ്റ്വീൻ ആണ്. ഇതിനിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്ക് ഇൻറ്റീജർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 4m into x എടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെൽറ്റ m എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് 1/2 into 4m കൊടുത്തു. 4 4m വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ടാവും? പ്ലസ് ഓർ മൈനസ് 1/2. അപ്പോൾ നമ്മൾ ആവശ്യം എന്താ? 4mx എന്നുള്ള നമ്പർ ഉണ്ടാവും. ഇത് എത്രയാണ് നോക്കുക. ഇതാണ് 4mx. ഇനി ഇതിന് ഇടയിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അതായത് നമുക്ക് 4mx പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ പ്ലസ് ഓർ മൈനസ്. ഇതിനിടയ്ക്ക് ഇൻറ്റീജർ വരാത്ത രീതിയിൽ, ഇവിടെയാണ് ഇൻറ്റീജർ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ സൈഡ് മാത്രമേ എടുക്കുള്ളൂ, ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചൊഴിവാക്കും. അതായത് അതിനകത്ത് ഇൻറ്റീജർ വരാത്ത രീതിയിൽ. കാരണം ഇവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്യണത്? 1/2 മാത്രമാണ്. നമ്മൾ മാക്സിമം ആഡ് ചെയ്യണതാണ് 1/2 ആണ് ആഡ് ചെയ്യണത്. അപ്പോൾ 1/2 എന്നുള്ളത് ആ 4mxൻ്റെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്താ എടുക്കണത്? ഒന്ന് 3.8 ആണ്, ഇതിപ്പോൾ 3.8 ആണെങ്കിൽ പ്ലസ് 1/2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4.3 കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ടിലും ഇടയ്ക്ക് ആരുണ്ട്? 4 എന്ന ഇൻറ്റീജർ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3.3. അപ്പോൾ 3.3ക്കും 3.8നും ഇടയ്ക്ക് എന്തില്ല? ദർ ഇസ് നോ ഇൻറ്റീജർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഈ ഡെൽറ്റ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഡെൽറ്റ m എന്നുള്ളത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് എടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അതിനിടയിൽ ഇൻറ്റീജർ വരാത്ത രീതിയിലാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. പ്ലസ് ചെയ്യുമ്പോഴാണ് ഇൻറ്റീജർ വരുന്നത്, നമ്മൾ മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ ഇൻറ്റീജർ വെച്ചാൽ പ്ലസ് ചെയ്യും. ഓക്കെ, കാരണം അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഈ ഡെൽറ്റ എമ്മിൻ്റെ 4m into ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ 1/2 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഡിഫൈൻ ഗാമ എൻ. ഗാമ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഗാമ എൻ എന്ന് പറഞ്ഞാൽ phi of 4n x plus delta m minus phi 4n x by delta m. ഇങ്ങനെയാണ് നമ്മൾ phi n ഗാമ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റി വരാം. ഇവിടെ m എന്നൊരു ഫിക്സഡ് നമ്പറാണ്. m ഫിക്സ് ചെയ്തു നമ്മൾ. അപ്പോൾ ഈ n എടുക്കുമ്പോൾ n മേ ബി ലെസ് ദാൻ m ആവാം. അതായത് 0 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആവാം. ഓർ രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? ദ n മേ ബി ഹിയർ, ദാറ്റ് ഈസ് n വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അല്ലെങ്കിൽ ഓർ n ഗ്രേറ്റർ ദാൻ m. രണ്ട് പോസിബിലിറ്റി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ m ആവാം, അല്ലെങ്കിൽ n ഈസ് ലൈസ് ബിറ്റ്വീൻ 0 and m. രണ്ട് കേസ് വരാം. ആ രണ്ട് കേസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കേസ് 1 എടുത്തു. n ഈസ് ഗ്രേറ്റർ ദാൻ m. n എന്നത് എമ്മിനേക്കാൾ വലുതാണ്. ഇവിടെ നിങ്ങോട്ടുള്ള പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? 4n into delta m എടുത്തു. 4n into delta m എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 4n into delta m എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് 1/2 into 4 - m എന്നാണ്. ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 1/2 into 4n - m എന്ന് എഴുതി. അപ്പോൾ നമുക്കറിയാം എപ്പോഴും എമ്മിനേക്കാൾ വലുതാണ് n. അപ്പോൾ m ഒരു 5 ആണെന്ന് എടുക്കാം. അപ്പം n എന്നത് അറ്റ്ലീസ്റ്റ് 6 എങ്കിലും വരണ്ടേ അല്ലേ? അപ്പോൾ n - m എന്താ വരിക? n - m എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ഈ ടേം എന്താ ഉണ്ടാവുക? പ്ലസ് ഓർ മൈനസ് 1/2 into 4 - 1. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2 മാത്രമേ വെട്ടിപ്പുള്ളൂ. അപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. അറ്റ്ലീസ്റ്റ് 2 കിട്ടും. അപ്പോൾ ഒരു ഈവൻ ഇൻറ്റീജർ കിട്ടി. ഇനി ഇതേപോലെ n ഇനിയിപ്പോൾ 7 ആണെന്ന് കരുതാം. n ഇപ്പോൾ മാക്സിമം എന്താവാം? 7 - 8 ഒക്കെ വരാം. n ഒരു 8 ആണെന്ന് കരുതാം. n ഒരു 8 ആണ്. അപ്പോൾ n - m നമുക്ക് എന്ത് കിട്ടും? n - m 3 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തായി മാറും? പ്ലസ് ഓർ മൈനസ് 1/2 into 4³ അപ്പോഴും അതെവിടെ വെട്ടി പോകുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാവും 4² into 2 എന്ന് കിട്ടും. ഇതൊരു ഇൻറ്റീജറാണ്, ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ എപ്പോഴായാലും n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ ഈ 4n into delta m എന്നുള്ള ടേം ദിസ് വിൽ ബി ആൻ ഈവൻ ഇൻറ്റീജർ. അതൊരു ഈവൻ നമ്പർ ആവും. ഓക്കെ,
അപ്പോൾ n എന്നത് ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ 4n ഇൻറ്റു ഡെൽറ്റ m എന്നുള്ളത് ഒരു ഈവൻ ഇൻറ്റിജർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ എന്താണ്, പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് 2. ഫംഗ്ഷൻ പീരിയോഡിക് വിത്ത് പീരിയഡ് 2 ആണ്. അത് ഫൈ ഓഫ് എക്സ് പ്ലസ് 2 പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗാമ എൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഗാമ എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് 4n ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എം മൈനസ് ഫൈ ഓഫ് 4n ഇൻറ്റു എക്സ് ബൈ ഡെൽറ്റ എം എടുത്തു. ഇവിടെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഫൈ ഓഫ് 4n(x) പ്ലസ് 4n ഇൻറ്റു ഡെൽറ്റ എം മൈനസ് ഫൈ ഓഫ് 4n(x) ബൈ ഡെൽറ്റ എം. അപ്പോൾ നമുക്കറിയാം ഈ ടേം ഇസ് എൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6 എക്സെട്ര അല്ലേ വരിക. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതെന്തായി മാറും, ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം പോവും. കാരണം ഫൈ ഓഫ് എക്സ് പ്ലസ് 2 പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ആണ്. അപ്പോൾ 2 or 3 സ്റ്റെപ്പൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് ഫൈ ഓഫ് എക്സിനോട് ഈക്വലായി മാറും. അതായത് ഈ ടേം നമുക്ക് എന്താക്കാം, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. കാരണം അത് ഫൈ ഓഫ് എക്സ് പ്ലസ് 2 പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ആയതുകൊണ്ട്. സോ വി ഗെറ്റ് ഫൈ ഓഫ് 4n(x) മൈനസ് ഫൈ ഓഫ് 4n(x) ബൈ ഡെൽറ്റ എം എന്ന് കിട്ടും. ഡെൽറ്റ എം ആണ് ഡെൽറ്റ എം. സോ മുകളിലത്തെ ടേം എന്തായി പോവും, 0. സോ വിച്ച് വിൽ ബി 0. അപ്പോൾ n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ, എന്നിൻ്റെ വില m-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗാമ n എന്നുള്ള ടേം എന്തായി പോവും, 0. ഓക്കെ, ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ m ദെൻ ഗാമ n ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് കേസ് 2 എടുക്കാം. കേസ് 2 എന്താ പറഞ്ഞത്, 0 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. എന്നിൻ്റെ വില 0ക്കും m-നും ഇടയ്ക്കാണെങ്കിൽ അപ്പോൾ മോഡ് ഗാമ n എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് ഫൈ ഓഫ് 4n ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എം മൈനസ് ഫൈ ഓഫ് 4n(x) ബൈ ഡെൽറ്റ എൻ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് സ്പ്ലിറ്റ് ചെയ്തു നമ്മൾ മോഡ് എ ബൈ മോഡ് ബി രൂപത്തിൽ. ഓക്കെ, സോറി, ഇക്വേഷൻ 1 പ്രകാരം വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ് ഫൈ ഓഫ് എസ് മൈനസ് ഫൈ ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എസ് മൈനസ് ടി എന്നാണ്. അത് പ്രകാരം നമുക്ക് ചെയ്തു, ഫൈ നമ്മൾ ഒഴിവാക്കി നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഫൈനെ ഒഴിവാക്കി സ്പ്ലിറ്റ് ചെയ്തു ബൈ മോഡ് ഡെൽറ്റ എം കൊടുത്തു. ഓക്കെ, ഇത് ഇക്വേഷൻ 1 അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫൈ പോയി ഇങ്ങനെ കിട്ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഫൈ എൻ ഓഫ് 4n(x)ഉം 4n(x) വെട്ടിപ്പോയി. ബാക്കി മോളുകാരുണ്ടാവും. മുകളിൽ 4n ഇൻറ്റു ഡെൽറ്റ എം ഉണ്ടാവും, താഴത്ത് ഡെൽറ്റ എം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മോഡ് ഡെൽറ്റ എം ക്യാൻസൽ ആവും. 4n മാത്രം ഉണ്ടാവും. അവിടെ മോഡ് ആവശ്യമില്ല, കാരണം 4n ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ വി ഗെറ്റ് മോഡ് ഗാമ n ലെസ് ദാൻ ഈക്വൽ ടു 4n. മോഡ് ഗാമ എന്നിൻ്റെ വില ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4n ആവും. അതിന് ഇക്വേഷൻ നമ്പർ 4 ഇപ്പോൾ 2 കേസിൽ, ആദ്യത്തെ കേസിൽ കേസ് 1 ആണെങ്കിൽ ഗാമ n ഈക്വൽ ടു 0 ആവും. കേസ് 2 മോഡ് ഗാമ n ലെസ് ദാൻ ഈക്വൽ ടു 4n ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കാണിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എം മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എം എടുത്തു. മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എം മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എം. നമ്മൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to infinity ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to infinity 3/4n ഇൻറ്റു ഫൈ ഓഫ് 4, ഇവിടെ എക്സിന് വരെ എക്സ് പ്ലസ് ഡെൽറ്റ എം ആണ്. അപ്പോൾ 4n ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എം മൈനസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to infinity 3/4n ഇൻറ്റു ഫൈ ഓഫ് 4n(x) എഴുതി ബൈ ഡെൽറ്റ എം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3/4n കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to infinity 3/4n ഇൻറ്റു ഫൈ ഓഫ് 4n ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എം മൈനസ് 4n(x) ബൈ ഡെൽറ്റ എം എന്ന് എഴുതാം. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതെന്തായി, ഇത്രയും ടേം എന്താ, വിച്ച് ഇസ് ഗാമ എൻ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഗാമ n ആണെങ്കിൽ എമ്മിന് മുകളിലേക്കുള്ള ഏതെന്നെ എടുത്താലും ഗാമ n എന്താണ്, 0 ആണ്. അപ്പോൾ എന്നിന് മുകളിലേക്കുള്ള ടേംസ് ഒക്കെ 0 ആയി പോയി. സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to infinity മാറിയിട്ട് എന്താവും, സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to m ആവും. കാരണം എമ്മിന് മുകളിലേക്കൊക്കെ 0 ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ മോഡ് സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to m 3/4n ഇൻറ്റു ഗാമ n എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാ, ആദ്യത് നമ്മൾ ഇങ്ങനെ കൊടുത്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3/4n കോമൺ പുറത്തേക്ക് എടുത്തു. ഈ 3 ടേമിന് നമുക്ക് ഗാമ n എന്ന് പറയാം. അതായത് സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to infinity 3/4n പുറത്തുള്ളത് ഇൻറ്റു ഈ ടേമിന് ഗാമ n എന്ന് കൊടുത്തു.
അപ്പോൾ n എമ്മിനേക്കാൾ വലുതാണെങ്കിൽ ഗാമ n 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. സിഗ്മ n = 0 to m പ്ലസ് സിഗ്മ n = m+1 to ഇൻഫിനിറ്റി എടുക്കുക. അപ്പോൾ m+1 to ഇൻഫിനിറ്റി ഗാമ n 0 ആയി പോകും. അപ്പോൾ n = 0 to m വരെയുള്ള നമുക്ക് സമ്മ് മാത്രമേ ആവശ്യമുള്ളൂ. എഴുതി which is equal to sigma n = 0 to infinity, sigma n = 0 to m 3n കിട്ടും. അതുകൊണ്ടാ കാരണം ഇവിടെ അറിയാം ഗാമ എന്നിൻ്റെ വില എന്താണ്, <= 4n ആണ്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ടേം എന്തായി മാറും, ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്, ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ടേമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, സിഗ്മ n = 0 to m 3/4n ഉണ്ടാവും ഇൻറ്റു മോഡ് ഗാമ n എന്ന് കിട്ടും. മോഡ് ഗാമ എന്നിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും, 4n ആണ്, ഇൻറ്റു 4n. അപ്പോൾ 4n ഉം 4m വെട്ടിപ്പോയി 3n മാത്രമാവും. സോ വി ഗെറ്റ് മോഡ് സിഗ്മ n = 0 to m 3n. ഇവിടെ മോഡിൻ്റെ ആവശ്യമൊന്നുമില്ല, എഴുതി. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം, = 3m പ്ലസ് സിഗ്മ n = 0 to m-1 3n എഴുതി. അതായത് ഇവിടെ ഒരു ടേമിനെ മാറ്റി 3m നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ബാക്കി m-1 വരെയുള്ളതിനെ വേറെ എഴുതി. ഓക്കെ, അപ്പോൾ അത് ഏത് രൂപത്തിലാണ്, ഇത് മോഡ് a പ്ലസ് മോഡ് ബി മോഡ് a പ്ലസ് ബി രൂപത്തിലാണ്. മോഡ് a പ്ലസ് ബി ≤ a മൈനസ് ബി ആണ് കൊടുത്തു, a മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3m സിഗ്മ n = 0 to m-1 3n എഴുതാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ വി ഗെറ്റ്, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 3m+1 കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 3m+1 കിട്ടും. സോ വി ഗെറ്റ്, നമുക്ക് കിട്ടിയതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരുന്നു മോഡ് f(x + Δm - f(x/Δm) എന്നായിരുന്നു, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 3m+1 കിട്ടി. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞു. നമുക്കറിയാം ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ m ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ Δm എന്തായിരിക്കും, ടെൻസ് ടു 0 ആയിരിക്കും. കാരണം നമ്മൾ Δm ഡിഫൈൻ ചെയ്തത് അങ്ങനെയാണ്, 4m എന്നാണ് അല്ലേ. Δm = എന്തായിരുന്നു, Δm നമ്മൾ ഡിഫൈൻ ചെയ്തത് Δm എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 4m എന്നായിരുന്നു. അത് എമ്മിൻ്റെ പവർ കൂടുന്തോറും 4m എന്താവും, ടെൻസ് ടു 0. അപ്പോൾ Δm ടെൻസ് ടു 0. അപ്പോൾ ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി Δm ടെൻസ് ടു 0 ആയിരിക്കും. അപ്പോൾ ഇതെന്തായി മാറും, ഇത് f' ഓഫ് x ആവും. പക്ഷേ f' എന്താ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ടേം എങ്ങോട്ടാ പോവുക, 3m എന്ന് പറഞ്ഞാൽ 3∞ ആവും. അപ്പോൾ ഈ ടേം ഇൻഫിനിറ്റി ആവും. സോ വി ഗെറ്റ് as m tends to infinity f' of x എന്ന ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. മോഡ് f' ഓഫ് x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടിയാൽ ഇതിനർത്ഥം എന്താണ്, f' ഓഫ് x does not exist അല്ലേ. അത് ഫൈനൈറ്റ് നമ്പർ ആണെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അതായത് f' ഓഫ് x എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് തന്ന f(x) എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. പക്ഷെ അതെന്തല്ല, നോവർ ഡിഫറൻഷ്യബിൾ, ഒറ്റ എക്സിലും ഡിഫറൻഷ്യബിൾ. അത് ഏതോ ഒരു എക്സിലാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ ഏത് എക്സ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാൻ പറ്റും. അതായത് f(x) is നോവർ ഡിഫറൻഷ്യബിൾ. സോ there exists a continuous function on R which is നോവർ differentiable. Okay, thank you.